ഫിറ്റോണിയ പ്ലാന്റ് നമ്മൾ മേടിക്കുമ്പോൾ ചെറിയ ജിഫി കിറ്റിൽ നമ്മൾ കൊറിയർ സർവീസോ നഴ്സറിന്നോ അങ്ങനെയായിരിക്കും നമ്മൾ മേടിക്കുക അല്ലേ. വലിയ പ്ലാന്റുകൾ സാധാരണ കണ്ടുവരാറില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് മേടിക്കുന്ന സമയത്ത് ജിഫി കിറ്റിൽ മേടിച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ പ്ലാന്റ് അഴുകിപ്പോകാനാണ് സാധ്യത. അപ്പം ആ കാര്യം നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ഹെൽത്തായിട്ട് നല്ല പ്ലാന്റ് ആക്കി ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഒട്ടനവധി പ്രോ മാജിക് ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്കും വീഡിയോ കണ്ടു കഴിയുമ്പം ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്യാനായിട്ട് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കാം. മണൽ നമുക്ക് കാൽഭാഗം എടുക്കാം. നമുക്ക് കാൽഭാഗത്തിൻ്റെ താഴെ നമുക്ക് ചാണകപ്പൊടി എടുക്കാവുന്നതാണ്. നമുക്കൊരു പകുതി ഭാഗത്തേക്ക് ഗാർഡനിങ് സോയിലും പിന്നെ കുറച്ച് നമുക്ക് കരിയില കമ്പോസ്റ്റും ആണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കരിയില കമ്പോസ്റ്റ് നമുക്ക് ടെറസിലൊക്കെ ഇട്ട് ചൂടാക്കി പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയില കമ്പോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കൂടി നാലും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എല്ലാ ചേരുവ എത്തുന്ന രീതിയിൽ നമ്മളോട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി എടുക്കുന്ന സമയത്ത് പോട്ടാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ചട്ടി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം പെട്ടെന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒട്ടനവധി ഹോളുകൾ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ കുറച്ച് അധികം ഓട്ടകൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലാതെ നമുക്ക് വലിയ ചട്ടിയിലും വളർത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ചട്ടിയിലാണ്, ഏകദേശം 6 ഇഞ്ച് വലിപ്പമുള്ള ഒരു ചട്ടിയിലാണ്. അപ്പോൾ ഞാൻ ജിഫി കിറ്റ് ഇതേപോലെ മേടിച്ചിട്ട് തന്നെ നമ്മൾ ചെറിയ പോട്ടിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബ്രാഞ്ചുകളിൽ നിന്നിട്ട് ഓരോ നോഡിൽ നിന്നും വേര് വരും. അത് മണ്ണിൽ കൂടി തട്ടാവെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയി കിട്ടും. അപ്പോൾ ആ വേരൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഹെൽത്തായിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ടോപ്പ് സോയിലൊന്ന് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കുക കേട്ടോ. വിരൽ മെല്ലെ ഈ ഒരു ചെടിയുടെ ഉള്ളിലൂടെ കടത്തിയതിന് ശേഷം ലോക്ക് ചെയ്തിട്ട് ഇതേപോലെ പിടിക്കുക. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ ഒരു പോട്ടൊന്ന് ഞെക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് വെള്ളം ഒഴിയൊക്കെ കുറയ്ക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചട്ടിയുടെ മുകൾ ഭാഗം വരെ ഇതിൻ്റെ ഇല നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. എങ്കിലേ നമുക്ക് നന്നായിട്ട് വളർന്ന് കിട്ടുകയുള്ളൂ. അപ്പം മുകൾ ഭാഗം വരെ നമ്മൾ മണ്ണ് കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ ഒരു ഇലകളെല്ലതും മുകൾ ഭാഗം വരെ നിൽക്കുന്നത് വരെ വേണം മണ്ണിട്ട് കൊടുത്ത് കണ്ടോ ഇതേപോലെ ചെയ്യണം. കുറച്ച് ഭാഗം വെള്ളം ഒഴിക്കാനുള്ള സ്ഥലം മാത്രം ഒഴിവാക്കിയിട്ടാൽ മതി. കാരണം ഇത് കൂടുതലായിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് ഓരോ നോഡിൽ നിന്ന് നമുക്ക് നന്നായിട്ട് വേറെ ഇറങ്ങി കിട്ടുള്ളൂ. പിന്നെ പോട്ടി മിക്സ് നമ്മൾ നിറയ്ക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് മുകൾ ഭാഗത്തേക്കൊരു ചെരുവായിട്ട് മുകൾ ഭാഗത്തേക്ക് കൂടുതൽ മണ്ണ്, നടുഭാഗത്തേക്ക് കുറച്ച് മണ്ണ്, ആ രീതിയിൽ നമ്മൾ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒരു അടിയിലേക്ക് സ്ലോപ്പായ രീതിയിൽ നടുഭാഗത്തേക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പായ രീതിയിൽ വേണം ചെയ്തു കൊടുക്കാൻ. ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ഇതിന്ന് കൂടുതൽ ബ്രാഞ്ചുകൾ വരുന്നതൊക്കെ ഈ ഒരു മണ്ണുമായിട്ട് തട്ടി നിൽക്കാനും, ഇങ്ങനെ തട്ടി നിന്നാൽ ഓരോ നോഡിൽ നിന്നിട്ടും കൂടുതൽ വേരുകൾ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് തഴച്ചു വളർന്നു വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി ജിഫി കിറ്റിലൊക്കെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ പ്ലാന്റുകൾ കിട്ടുക. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിൽ കൂടുതൽ അത് വരുന്നത് ജിഫി കിറ്റ് വരുന്നത് ചകിരിച്ചോറ് നിറച്ചിട്ടാണ് അല്ലേ. ഇതിൽ കൂടുതൽ വെള്ളം സ്റ്റോർ ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെയും കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വെള്ളം കൂടുതലാവുമ്പം ഈ പ്ലാന്റിന് ചെറിയ ചെറിയ വേരുകളായിരിക്കും. ഇതൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും. അങ്ങനെയാണ് ഈ ചെടി അഴുകി പോകുന്നത്. അപ്പോൾ ടോപ്പ് സോയിലും അതേപോലെ തന്നെ ആ ഒരു ചകിരിച്ചോറും നന്നായിട്ട് വെള്ളം വറ്റിയതിന് ശേഷം മാത്രം രണ്ടാമത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ വലിയ പോട്ടിലാണെങ്കിലും നന്നായിട്ട് വെള്ളം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം, അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് സോയിലൊക്കെ ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അല്ലെങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകും. അതേപോലെ തന്നെ ഡയറക്റ്റ് അല്ലാത്ത സൺലൈറ്റിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ നല്ലൊരു കണ്ടന്റുമായിട്ട് വരുന്നവരെ തൽക്കാലത്തേക്ക് ഇവിടെ ചോദിക്കുന്നു. ബൈ ബൈ.